നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ചർച്ച നടത്തുകയും ഉഭയകക്ഷി ചർച്ച തൃപ്തികരമെന്ന മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും എല്ലാം ചെയ്തു. എങ്കിൽ പോലും മുസ്ലിം ലീഗ് അവകാശപ്പെട്ടെങ്കിലും സീറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഇരു പാർട്ടികളുടെയും നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ് ബുദ്ധിമുട്ട് അറിയിച്ചതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. 3ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗിന് മുൻപിൽ കോൺഗ്രസ് വച്ചതായും റിപ്പോർട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് നൽകണമെന്ന നിർദ്ദേശം ചൊവ്വാഴ്ചത്തെ ലീഗ് യോഗം ചർച്ച ചെയ്തേക്കും. അതേസമയം കോൺഗ്രസ് നേതൃത്വവും ലീഗും പറയുന്ന പ്രതികരണങ്ങൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തതും ലീഗിനെ പരിഗണിക്കാനുള്ള സാധ്യത ഇല്ല എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തൃപ്തികരമായിരുന്നു എന്നായിരുന്നു യോഗത്തിന് പിന്നാലെ പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഫെബ്രുവരി 27-ന് പാണക്കാട് നേതൃത്വ യോഗം ചേർന്ന് യോഗ തീരുമാനങ്ങൾ വിലയിരുത്തിയ ശേഷം അന്തിമ തീരുമാനം അറിയിക്കുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ലാത്തതിനാലാണ് അദ്ദേഹം എത്തിയ ശേഷം ചർച്ച ചെയ്യുമെന്നുമെല്ലാം കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയുണ്ടായത്. കോൺഗ്രസുമായി വീണ്ടും ചർച്ച വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചർച്ചയിലെ തീരുമാനങ്ങൾ പങ്കെടുത്ത നേതാക്കൾ അവരുടെ പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്തേക്കും. ഞങ്ങളുടെ നേതൃത്വവുമായും ചർച്ച ചെയ്യും. അതിനുശേഷം 27-ാം തീയതി അന്തിമ തീരുമാനം ഉണ്ടാകും. 3ാം സീറ്റ് നൽകുമോ എന്ന കാര്യം 27-ാം തീയതി കഴിഞ്ഞേ പറയാൻ സാധിക്കുള്ളൂ. ചർച്ചയിൽ UDF സംതൃപ്തരാണ് എന്നും നന്നായി ചർച്ച പൂർത്തിയാക്കിയെന്നും എല്ലാം പോസിറ്റീവാണ് എന്നും ലീഗ് നേതാക്കൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും നീണ്ട വർഷത്തെ ബന്ധമുള്ള 2 സഹോദര പാർട്ടികളാണ് ഞങ്ങളെന്നും മറ്റു കാര്യങ്ങളാണ് ചർച്ചയിൽ കൂടുതൽ സംസാരിച്ചതെന്നും ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷിയാണ് ലീഗ് എന്നും അതനുസരിച്ച് UDF-ൽ തുടരാൻ 1000 കാരണക്കാരുണ്ട് എന്നും LDF-ൽ പോകാൻ ഒരു കാരണവുമില്ല എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടും ഇടതു നേതാക്കൾ പിന്നെയും ലീഗിന് പുറകെ നടക്കുകയാണ് എന്നതെല്ലാമായിരുന്നു VD സതീശന്റെ വിശദീകരണം. കൂടെ ചേർക്കാൻ VD സതീശനും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനും താല്പര്യമുണ്ട്. പക്ഷേ അവർക്ക് സീറ്റ് നൽകുക എന്നത് വലിയൊരു ബുദ്ധിമുട്ട് ഉളവാക്കുന്ന രീതിയിലാണ് VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി മുസ്ലിം ലീഗിന് സീറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ 27-ാം തീയതിക്ക് ശേഷം മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന.